വേവ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ വേവ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ വേവ് എടുത്ത് നോക്കി. സിംഗിൾ വേവ് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി അല്ലേ. ബി പി എന്ന് പറയുന്നത് c²/b എന്ന് കിട്ടി അല്ലേ. ആ കണ്ടീഷനിൽ നമുക്ക് മനസ്സിലായി എന്താണ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവിന് വെലോസിറ്റി ലൈറ്റ് വെലോസിറ്റിയേക്കാളും കൂടുതലാണ്. അത് പോസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, we have taken another idea, അതായത് സിംഗിൾ വേവിന് പകരം മൾട്ടിപ്പിൾ വേവ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ സ്ലൈറ്റ്ലി അതിന്റെ പാരാമീറ്റേഴ്സിന് വേവ് ലെങ്തിൽ അല്ലെങ്കിൽ വേവ് നമ്പറിലൊക്കെ ചെറിയൊരു വ്യത്യാസമുള്ള വേവുകൾ അറ്റ് എ ടൈം ആ പാർട്ടിക്കിളിൽ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഡീബ്രോഗ്ലി വേവ് എടുക്കാതെ ഡീബ്രോഗ്ലി വേവ്സ് തന്നെ ചെറിയ പാരാമീറ്റർ വേരിയേഷൻ ആണ്. അല്ലെങ്കിൽ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ, ലാംഡ പ്ലസ് 2 ഡെൽറ്റ ലാംഡ, അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻ ഉള്ള വേവുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളതിന് സൗണ്ട് വേവ്സിന്റെ കേസിൽ ബീറ്റ്സ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ബീറ്റ്സിന്റെ കേസിൽ നമ്മൾ പല വേവുകൾ സൂപ്പർ പോസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വേവ്, അത് ഏകദേശം ഈ ഒരു രീതിയിലാണ്. അതായത് ഇന്റർഫിയർ ചെയ്ത് പല വേവുകൾ ഒരു പർട്ടിക്കുലർ സ്പേസ് ആൻഡ് ടൈമിൽ ഇന്റർഫിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വേവ് പാക്കറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഡീബ്രോഗ്ലി മാറ്റിയ വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു വേവ് പാക്കറ്റ്. അപ്പോൾ വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ വേവ് അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, പല വേവുകളാണ്. അപ്പോൾ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബേസിക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും. ബേസിക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്? ഇതാണ്, അതായത് മാക്സിമം അതിന്റെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് എത്ര വേവ് ഉണ്ടോ അതിന്റെ എല്ലാം ആംപ്ലിറ്റ്യൂഡിന്റെ സമ്മായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വേവ് എടുക്കണം. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വേവ് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡീബ്രോഗ്ലി വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ സൈൻ. അപ്പോൾ ഈ വേവ് ഫംഗ്ഷനെ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് വേവാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ψ1 പ്ലസ് ψ2 എന്ന് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ അപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് വേവ് പാക്കറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ. ഇപ്പോൾ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മൾ വൈയുടെ ഇക്വേഷൻ അത് സൈൻ കൊടുത്ത് നമ്മൾ എഴുതി സൂപ്പർ പോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ഇക്വേഷൻ കിട്ടും അല്ലേ. അപ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് മാത്രം നമ്മൾ എടുക്കും. ആംപ്ലിറ്റ്യൂഡ് പാർട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയേണ്ടത് എന്താണ്? അതിനകത്ത് ഈ വാല്യൂ മാക്സിമം ആവുന്നത് എപ്പോഴാണെന്ന് അറിയണം അല്ലെ. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന സമയത്തായിരിക്കും ആ പാർട്ടിക്കിളിനെ കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി. അതായത് കൺസ്ട്രക്റ്റീവ് ഡിഫറൻസ്, ഡിസ്ട്രക്റ്റീവ്, കൺസ്ട്രക്റ്റീവ് ഈ രീതിയിലായിരിക്കും വേവ് പോകുക. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ ഇങ്ങനെ വരും, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സൈസ് കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി വരും. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ഒരു ഡിസ്ട്രക്റ്റീവ് ആ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് വരിക എന്ന് വെച്ചാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവും അല്ലേ. അപ്പോൾ ആ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന കണ്ടീഷൻ നമ്മളുടെ ഈ ആംപ്ലിറ്റ്യൂഡിനകത്ത് ഇട്ട് കൊടുക്കുക. അതായത് ഇതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഈ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ട്. ഇത് മാക്സിമം ആവുന്ന എപ്പോഴായിരിക്കും? ഒരു കൊസൈൻ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പറയാം കോസിന്റെ വാല്യൂ 0 ആകുമ്പോഴായിരിക്കും കോസ് മാക്സിമം ആവുന്നത്, അത് 1 ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഫേസ് പാർട്ടിൽ നമുക്ക് 0 കൊടുക്കാം. വരും ഡെൽറ്റ ഒമേഗ ബൈ 2 t മൈനസ് ഡെൽറ്റ k x by 2 is equal to 0 എന്ന് കൊടുക്കണം. മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഒമേഗ ബൈ 2 into t is equal to ഡെൽറ്റ k into x by 2 കിട്ടും. 2 ക്യാൻസൽ ചെയ്യുക, എന്ത് കിട്ടും? x by t എടുക്കാതിരിക്കുന്ന x by t എടുത്തു കഴിഞ്ഞാൽ x by t എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് അല്ലേ. ഇതിനെ നമുക്ക് ഇതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് വേവ് പാക്കറ്റിന്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് എടുക്കണം. എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ കെ അല്ലേ. പിന്നെ നമ്മൾ ലിമിറ്റ് ഡെൽറ്റ കെ ടെൻഡ്സ് ടു 0 എടുത്തു കഴിയുമ്പോൾ ഡിഫറൻസിയേഷന്റെ റൂൾ അനുസരിച്ച് നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം? ആക്ച്വലി ഡി ഒമേഗ ബൈ ഡി കെ. അപ്പോൾ നമ്മളുടെ ഫേസ് വെലോസിറ്റി ഇക്വേഷൻ ഡി പി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒമേഗ ബൈ കെ ആയിരുന്നു. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റി ഇക്വേഷൻ, അതായത് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒമേഗ ബൈ കെ എടുത്തിരിക്കുന്നു, ഇവിടെ
ബൈ പാർട്സ് ആണ് അല്ലേ. ഡി പി ഇൻറ്റു ഡി കെ വരും, പിന്നെ പ്ലസ് കെ ഇൻറ്റു ഡി ഡി പി വരും. ഡി കെക്ക് നമുക്ക് എന്ത് കൊടുക്കാം? അല്ല, ഡി ബൈ ഡി കെ ആണ്. സോറി, ഡി ബൈ ഡി കെ എന്ന് പറയുമ്പോൾ ഡി പി ഇൻറ്റു ഡി കെ ബൈ ഡി കെ പ്ലസ് കെ ഇൻറ്റു ഡി ഡി പി ബൈ ഡി കെ അല്ലേ. അപ്പോൾ ഇവിടെ ഡി കെ ക്യാൻസൽ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താണ് കെക്ക് നമുക്ക് 2π/λ കൊടുക്കണം. 2π/λ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി പി പ്ലസ് 2π/λ ഇൻറ്റു ഡി ഡി പി ഡിവൈഡഡ് ബൈ ഡി കെ എടുക്കുക. ഇത് വരും 2π ഇൻറ്റു -1/λ² dλ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Vg is equal to Vp plus 2π/λ into dVp by dλ വരും അല്ലേ. ബാക്കി കോൺസ്റ്റൻസ് താഴെയാണ്. 2π പിന്നെ മൈനസ് ഉണ്ട്, മൈനസ് 2π² മേലെ വരും അല്ലേ. അപ്പോൾ 2π ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ, ലാംഡയും ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. എന്ത് കിട്ടും? വി പി മൈനസ് ലാംഡ ഇൻറ്റു ഡി വി പി ബൈ ഡി ലാംഡ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ഒരു പോസിബിലിറ്റി എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? മീഡിയം ഡിസ്പേഴ്സീവ് ആണ്. ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് വെച്ചാൽ എന്താണ്? വേവ് ലെങ്തിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന മീഡിയം ആയിരിക്കും. അതായത് വി പി എന്ന് പറയുന്നത് ഒരു വേവ് ലെങ്ത് ഡി ലാംഡയിലുള്ള വ്യത്യാസത്തിൽ ഓരോ വേവും ഓരോ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക. നമ്മുടെ ലൈറ്റിന്റെ ഡിസ്പേർഷൻ പോലെ തന്നെ ഓരോ കളറിനും ഓരോ വെലോസിറ്റി ആയിരിക്കും അല്ലേ. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പേഴ്സീവ് മീഡിയം ആണെങ്കിൽ മാത്രമേ ഈ ഒരു പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ അല്ല ഡിസ്പേർഷൻ വാലിഡ് അല്ല എങ്കിൽ ഇത് മൊത്തത്തിൽ 0 ആയി പോകും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടാൻ പോകാം? നോൺ ഡിസ്പേഴ്സീവ് മീഡിയം Vg will be equal to V. അപ്പോൾ നമ്മളുടെ ഫേസ് വെലോസിറ്റി എന്നുള്ള ഐഡിയയും ഇതും ഈക്വൽ ആയിട്ട് വരും. നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ Vp is equal to Vg itself എന്ന് മനസ്സിലാക്കുക. ഡിസ്പേർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് തമ്മിലൊരു ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് ആ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതായത് നമ്മൾ ഒറ്റ വേവിന് പകരം പല വേവായിട്ട് എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മീഡിയം ഡിസ്പേഴ്സീവ് ആയതുകൊണ്ടും കൂടെ. ഐഡിയൽ കേസ് അനുസരിച്ച് എന്തായിരിക്കണം? വി പി എന്ന് പറയുന്നത് Vg തന്നെ ആയിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ Vgയും Vpയും എനർജിയുടെ മൊമെന്റത്തിന്റെ ടേമിൽ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ω/k ആണ്. ഒരു h കട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. h കട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ h കട്ട് ω h കട്ട് k വരും. h കട്ട് ω നമുക്കറിയാം എനർജിയാണ്. h കട്ട് k എന്ന് പറയുന്നത് മൊമെന്റത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആണ്. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, അത് h കട്ട് ഇൻറ്റു k എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 2π/λ കൊടുത്തു കഴിഞ്ഞാൽ ലാംഡയെ വീണ്ടും നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് മൊമെന്റത്തിലേക്ക് വരും. ഇത് കൂടുതലും ഇത് എനിക്ക് കണ്ടൻസ്ഡ് മാറ്റർ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററിന്റെ ഇതിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ E/P എന്നുള്ള റിലേഷൻ ഇത് ഉപയോഗിച്ച് നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ ഒരു ലോവർ എക്സ്ട്രീമും ഹയർ എക്സ്ട്രീമും വരുന്ന കേസിൽ നമുക്ക് Vp-യുടെ വാല്യൂ എങ്ങനെ വേരി ചെയ്യുന്നത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ Vg-യുടെ വാല്യൂ രണ്ട് എക്സ്ട്രീമിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം Vp എടുക്കുവാണെങ്കിൽ E/P എന്ന് പറയുന്നത് നോൺ റിലേറ്റിവിസ്റ്റിക് കേസാണ്. അതായത് വെലോസിറ്റി സാധാരണ വെലോസിറ്റി റിലേറ്റിവിസ്റ്റിക് സ്പീഡിലേക്ക് പോകാണ്ട് ലൈറ്റ് വെലോസിറ്റിക്ക് വളരെ താഴെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇക്വേഷൻ തന്നെ. m0 എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ റെസ്റ്റ് മാസ് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് കേസ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ m കാണിക്കുന്നത്. m എന്ന് പറയുന്നത് m0 പിന്നെ നമ്മുടെ ഗാമ ഫാക്ടർ വരും അല്ലേ. അപ്പോൾ അത് പരിഗണിക്കാതെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കാണിക്കാനാണ് m0 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എന്ന് പറയുന്നത് c²/2m0, p എന്ന് പറയുന്നത് m0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
m നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അതായത് b much less than c ആകുമ്പോൾ നമ്മൾ b square by 2mc വരെ mc square ആയിട്ട് എടുക്കുക. ഇവിടെ നമ്മൾ m ന് റിലേറ്റിവിസ്റ്റിക് ഫാക്ടർ പരിഗണിച്ചിട്ട് m കൊടുത്തിരിക്കുന്നു. അപ്പോൾ mc square by mb വരും. അപ്പോൾ c square by b. ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയ റിലേഷൻ. നമ്മൾ നേരത്തെ എക്സ്പ്ലനേഷൻ പറഞ്ഞതനുസരിച്ച് bp is equal to c square by b ആണ് നമുക്ക് കിട്ടിയത്. ആ ഒരു റിലേഷനിലേക്കാണ് ഇത് വരുന്നത് റിലേറ്റിവിസ്റ്റിക് കേസ്. ഇനി ഗ്രൂപ്പ് വെലോസിറ്റിയുടെ കേസ് എടുത്ത് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആണ്. അപ്പോൾ h മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ de by dp വരും. അതുപോലെ തന്നെ നമ്മൾ വാല്യൂസ് കൊടുക്കും. അതായത് p much less than c വരുമ്പോൾ de by dp എന്ന് പറയുന്നത് de നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എടുക്കുക. p square by 2m0 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2p dp divided by 2m0 കോൺസ്റ്റന്റ് ആണ്. 1 by 2m0 into 2p dp എടുക്കുക. p എന്ന് പറയുന്നതിനെ നമ്മൾ dp ആയിട്ട് തന്നെ എടുക്കും. അതായത് അതിന് വേരിയബിൾ നമ്മൾ കൊടുക്കുന്നില്ല. p എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ട് തന്നെ കൊടുക്കും. അതായത് de by dp ആണ് നമ്മുടെ ഇക്വേഷൻ. അതുകൊണ്ട് അതിനെ നമ്മൾ dp ആയിട്ട് തന്നെ കൊടുക്കും. അപ്പോൾ dp by dp എന്ന് പറയുന്നത് അത് ബാക്കി നമുക്ക് എന്താണ് 2p by 2m0 വരും. p ക്ക് വീണ്ടും m0 b കൊടുക്കുക. നമ്മുടെ റെസിപ്റ്റിവിസ്റ്റിക് കേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് m0 b തന്നെ കൊടുക്കും. അത് ക്യാൻസൽ ആയിട്ട് നമുക്ക് b കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റിയുടെ കേസിൽ നമുക്ക് bg b എന്ന് തന്നെയാണ് കിട്ടിയത്. പിന്നെ b much less than c ആണെങ്കിൽ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കണം. റിലേറ്റിവിസ്റ്റിക് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2e de വരും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കോൺസ്റ്റന്റ് ആണ് 0 ആയിപ്പോൾ 2p dp into c square plus 0 ആണ്. ഫസ്റ്റ് ടൈം 0 ആണ്. പിന്നെ p equal to m നമ്മൾ p ആയിട്ട് തന്നെ dp എന്ന് തന്നെ എടുക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇരിക്കുന്നത് de എന്ന് പറയുന്നത് c square p dp by e എന്ന് വരും. അതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ dp അങ്ങനെ തന്നെ എഴുതി. ഇയുടെ വാല്യൂ പിയുടെ വാല്യൂ കൊടുക്കുക. e എന്ന് പറയുന്നത് mc സ്ക്വയർ കൊടുത്തു. p എന്ന് പറയുന്നത് mb കൊടുത്തു. ക്യാൻസൽ ചെയ്യുമ്പോൾ b കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റിയുടെ കേസിൽ നമുക്ക് രണ്ട് bg രണ്ട് എക്സ്ട്രീമിലും എന്ത് കിട്ടും? p എന്ന് തന്നെ കിട്ടും. ഗ്രൂപ്പ് വെലോസിറ്റി ആണ് ഇറ്റ് ഇസ് മോർ കറക്റ്റ്. മറ്റത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഡിസ്പേർഷൻ ഉള്ളപ്പോൾ അത് വാലിഡ് ആണ്. അപ്പോൾ കൂടുതൽ കറക്റ്റ് ആകുന്നത് ഈ ഒരു ഐഡിയയാണ്. അതായത് ഡീപ്രോഗ്ലി വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ വേവായിട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കറക്റ്റ് പല വേവായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ അപ്ലൈ ചെയ്ത് അതിന്റെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എടുക്കുക. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആ ഒരു റീജിയനിൽ